ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല നാടൻ തട്ടുകടയിലൊക്കെ കിട്ടുന്ന മൊരിഞ്ഞൊരു ഉള്ളിവട അല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഉള്ളിവട. അത് നമുക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ റെസിപ്പി ആയിട്ടൊന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാൻ 3 സവാളയായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള എടുക്കുമ്പോൾ ഒരേ കനത്തിൽ തന്നെ ഇട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. കനം കൂട്ടിയും കുറച്ചും മുറിച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതും കനം കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഒരു വലിയൊരു പീസ് ഇഞ്ചിയാട്ട കനം കുറച്ച് അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് മല്ലിയില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാനൊരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്ക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെക്കണം. 15 മിനിറ്റ് നമ്മൾ ഉള്ളി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിലേക്ക് ചെറുങ്ങനെ വെള്ളമൊക്കെ നിറങ്ങി വന്നിട്ടുണ്ട് ഉള്ളിയിലേക്ക്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 4 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 4 സ്പൂണ് കടലമാവ് എടുത്തിട്ട് 3 വലിയ ഉള്ളിക്കാട്ട 4 സ്പൂൺ വീതം മാവ് എടുത്തിട്ടുള്ളത്. 4 സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് നോക്കിയിട്ട് പൊടിയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുഴക്കുമ്പോൾ വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളിക്ക് 4 സ്പൂൺ പൊടി വീതം പാകാട്ടോ. ഇനി കൂടുതൽ നമ്മൾ ചേർക്കണ്ട. ഉള്ളി ഒരു ഇത്തിരി ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം ഉള്ളി വടക്കി, അപ്പോഴായിട്ട് നല്ല രുചി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി വേണ്ടവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചേർക്കുന്നില്ല. നമ്മൾ നാടൻ കടകളിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയിൽ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർക്കാറില്ല. ഇതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ പരത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് പരത്തി എടുത്താൽ മതി. ഓരോന്ന് പരത്തിയെടുത്തിട്ട് എണ്ണയിൽ ഇടാം. എണ്ണ ചൂടായെന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയൊരു സവാള ഇട്ട് നോക്കിയിട്ട് പിന്നെ വേണ്ട നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മോൾ ഭാഗം വെന്തിട്ട് ഉൾവശം വേവാതെ ആയി പോകും. ഒരു വശം ചെറുതായി ആയി തുടങ്ങുക ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഉള്ളിവടകൾ ഒരുമിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പൊ ചിലപ്പോൾ പൊട്ടിപ്പോകും. 1 or 2 വേണോട്ടോ നമ്മളൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. വലിയ ചട്ടിയാണെങ്കിൽ ഒരു 3 എണ്ണം വീതം ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ട 3 എണ്ണ നന്നായിട്ടായി വന്നിട്ടുണ്ട്. അത് പുറം വശമൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുഴുവൻ ഉള്ളി
ഉള്ളിവട ഇത് നമ്മള് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടത് കഴിക്കാനായിട്ട്. നല്ല മുരിമുരിങ്ങനെയുള്ള ചൂടോട് കൂടിയിട്ടുള്ള ഉള്ളിവട. ഉള്ളിവട എപ്പോഴും ചെറു ചൂടോട് കൂടി കഴിക്കുന്നതാണ് നല്ലത്. ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ വൈകുന്നേര സമയങ്ങളിൽ ഈ ഒരു ഉള്ളിവടയും കട്ടൻ ചായ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചോളൂ. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.